നമസ്കാരം. വില്ലുണ്ടി തീർത്ഥത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രാമേശ്വരം സന്ദർശിക്കുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു സ്ഥലമാണിത്. കടലിലേക്ക് ഇറങ്ങി സ്ഥിതി ചെയ്യുന്ന ഒരു ഉറവ. അങ്ങനെയാണെങ്കിൽ തന്നെയും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിലെ ശുദ്ധജലമാണ്. ഈ വില്ലുണ്ടി തീർത്ഥത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. എല്ലാ വിശ്വാസികൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഏതൊരു വിശ്വാസിയും സഞ്ചാരിയും പോവാൻ കൊതിക്കുന്ന ഒരിടമാണ് രാമേശ്വരം. രാമന്റെ പാദസ്പർശമേറ്റ ഓരോ മൺതരിയും വിശ്വാസി സമൂഹത്തിന് പ്രിയപ്പെട്ടത് തന്നെയാണ്. ചാർധാം തീർത്ഥാടന കേന്ദ്രങ്ങളിലെ ഒന്നുകൂടിയാണ് രാമേശ്വരം. രാമേശ്വരത്തെ പ്രശസ്തമാക്കുന്നത് അവിടെയുള്ള തീർത്ഥ ഇടങ്ങൾ തന്നെയാണ്. രാമൻ ദാഹമകറ്റുവാൻ കുഴിച്ച തീർത്ഥം മുതൽ രാവണ നിഗ്രഹത്തിന് ശേഷം രാമൻ കുളിച്ച തീർത്ഥമടക്കം 64 തീർത്ഥ ഇടങ്ങളാണ് ഇവിടെയുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനി വില്ലുണ്ടി തീർത്ഥമാണ്. കടൽക്കരയിൽ ഇരിക്കുകയായിരുന്ന സീതയ്ക്ക് ദാഹം അനുഭവപ്പെട്ടപ്പോൾ രാമൻ മധുരമുള്ള വെള്ളം എടുത്തുകൊടുത്ത സ്ഥലമാണ് ഇത്. കടലിലേക്ക് ഇറങ്ങിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഒരു തരി പോലും ഉപ്പിന്റെ അംശം ഇതിലെ ജലത്തിൽ ഇല്ല എന്നതാണ് എല്ലാവരെയും അമ്പരിപ്പിക്കുന്നത്. വില്ലുണ്ടി എന്ന പേരിന് പിന്നിലെ കഥ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് രാവണിൽ നിന്നും സീതയെ മോചിപ്പിച്ചതിന് ശേഷം രാമനും കൂട്ടരും രാമേശ്വരത്ത് വിശ്രമിക്കുകയും കൂടാതെ ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജകൾ നടത്തിയെന്നുമാണ് പറയുന്നത്. ശേഷം അയോധ്യയിലേക്ക് തിരിച്ചു പോകും മുന്നേ ദാഹം അനുഭവപ്പെട്ട കൂട്ടാളികൾ രാമനോട് വിഷമം പറയുകയും അങ്ങനെ രാമൻ വില്ല് കുലച്ച് മണ്ണിൽ ഒരു തീർത്ഥം സൃഷ്ടിച്ച് നൽകിയെന്നുമാണ് കഥ. അങ്ങനെയാണ് വില്ലുണ്ടി, അതായത് മണലിൽ വില്ല് ആണ്ടിറങ്ങിയ ഇടം എന്ന പേര് ഈ ക്ഷേത്രത്തിന് ലഭിച്ചത്. രാവണനെ നിഗ്രഹിച്ചതിന് ശേഷം രാമൻ കുളിച്ച ഇടമായ അഗ്നി തീർത്ഥമാണ് മറ്റൊന്ന്. രാമേശ്വരത്തെ ക്ഷേത്രങ്ങളെ കുറിച്ച് പറയാതെ രാമേശ്വരം എന്ന പുണ്യസ്ഥലത്തിന്റെ വിവരണം ഒരിക്കലും പൂർണ്ണമാകുകയില്ല. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ലോകപ്രസിദ്ധമായ രാമേശ്വരം രാമനാഥ ക്ഷേത്രം ഇന്ത്യയിലെ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലെ ഒന്നുകൂടിയാണ്. തന്റെ 5 മുഖങ്ങളും ഹനുമാൻ വെളിപ്പെടുത്തിയ സ്ഥലമായ പഞ്ചമുഖം ഹനുമാൻ ക്ഷേത്രമാണ് മറ്റൊന്ന്. രാവണ സഹോദരനായ വിഭീഷണൻ രാമന് മുന്നിൽ സ്വയം സമർപ്പിച്ച ഇടമാണ് കോദണ്ഡരാമ സ്വാമിക്ഷേത്രം. ധനുഷ്കോടിയിലേക്ക് പോകും വഴിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ വിശ്വാസികൾക്കും നന്ദി. അടുത്ത വീഡിയോകൾ കാണുന്നത് വരെ നമസ്കാരം.